ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതോസ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് റൊട്ടൂർവേൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ സ്കൈ ലൈൻ ആണ്. അപ്പോൾ നമ്മൾ റൊട്ടൂർവേൽ വരുമ്പോൾ സ്കൈ ലൈൻ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ ഒപ്പം വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു സംഭവമാണ് സ്കൈ ലൈൻ. അങ്ങനെ സ്കൈ ലൈനിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർ നല്ല രീതിയിലൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അവിടെ. ഈ ചെടി കണ്ടോ, നമ്മുടെ നാട്ടിലെ കുരുമുളക് പോലെയില്ലേ, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. അപ്പോൾ സ്കൈ ലൈനിൽ മെയിനായിട്ടുള്ളത് ഗൊണ്ടോള, ലൂജ് റൈഡ്, പിന്നെ സിബ് ലൈൻ, പിന്നെയുള്ളത് സ്കൈ സ്വിങ്. അതിൽ നമുക്ക് ഗൊണ്ടോള എന്തായാലും നമുക്ക് എടുക്കണം. അതിൻ്റെ മുകളിലാണ് എല്ലാ ആക്ടിവിറ്റീസും ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴെയാണ്. അപ്പോൾ ഗൊണ്ടോള വഴിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ലൂജ് റൈഡ് എടുക്കാം. നമുക്ക് ലൂജ് റൈഡിന് കുറേ ട്രാക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 4 ട്രാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൂജ് റൈഡ് എല്ലാ ട്രാക്സിലും എടുക്കാം. അവിടെ കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഗൊണ്ടോള പ്ലസ് 5 ലൂജ് റൈഡ് പ്ലസ് പിന്നെ നമുക്ക് സിബ് ലൈൻ ആഡ് ചെയ്യണമെങ്കിൽ സിബ് ലൈൻ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം മുഴുവൻ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കോംബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ലാഭം. ഞങ്ങൾ ആദ്യം പോയത് ലൂജിലാണ്. ഞങ്ങൾ ഗൊണ്ടോള പ്ലസ് 2 ലൂജ് റൈഡാണ് എടുത്തത്. അതിൽ ഫാമിലി കോംബോയിൽ $168 ആയിരുന്നു. $1 എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു 50 രൂപ വരും. നല്ല റഷായിരുന്നു, കാരണം സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ലോങ് ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ക്യൂവിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ലൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, അഡൾട്ട്സിനും സീനിയർ സിറ്റിസനും എല്ലാവർക്കും നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തിരഞ്ഞെടുത്തത് ടിക്കി ടൂർ എന്ന് പറഞ്ഞൊരു 1.8 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. അതൊരു കുട്ടി ഫോറസ്റ്റ് കൂടെ നമ്മൾ പോകുന്ന ഒരു ഫീലാണ്. അപ്പോൾ അവർ അവിടെ ഇടയ്ക്ക് കുറേ ഡിനോസർ അങ്ങനത്തെ കുറേ എനിമൽസിനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂജ് മൂവ് ചെയ്യണത് ഗ്രാവിറ്റി വഴിയാണ്. അപ്പോൾ നമ്മൾ ഗൊണ്ടോള വഴി മുകളിലോട്ട് പോയി അവിടെ നിന്ന് താഴോട്ടാണ് അവർ ട്രാക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ട്രാക്കുകളിൽ ബെൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഓടിക്കണം. പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല, അവർ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് തരും. പിന്നെ ആദ്യത്തെ കുറച്ച് ഒരു 20 മിനിറ്റ്സ് നമുക്ക് എങ്ങനെയാണ് ബ്രേക്ക്, എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സുകളുണ്ടെങ്കിലും നമ്മളത് പയ്യെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തേൽ നമുക്ക് അടിച്ചു പൊളിച്ച് ഓടിക്കാം. പിന്നെ ലൂജിൽ കയറണതിന് മുന്നേ കണ്ടോ, ഹെൽമെറ്റ് കണ്ടോ, അത് നമ്മുടെ സൈസിനുള്ള ഹെൽമെറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിലെഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഏറ്റവും സ്മോള് ഒരു പിങ്കിഷ് കളറാണ്, പിന്നെ സ്മോള്, ലാർജ്, എക്സ്ട്രാ ലാർജ്. അപ്പോൾ നമ്മൾ നമ്മുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഹെൽമെറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ഈ ലൂജ് ഓടിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റൈഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഹെൽമെറ്റ് അവിടെയുള്ള മെഷീനിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും വരും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിജിറ്റലായിട്ടാണെങ്കിൽ ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റഡ് കോപ്പി ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൂജ് റൈഡ് കഴിഞ്ഞിട്ട് ഈ സ്വിങ് വഴിയാണ് നമ്മൾ താഴേന്ന് വീണ്ടും മുകളിലേക്ക് എത്തുന്നത്. ഞങ്ങൾ 2 റൈഡ് എടുത്ത കാരണം നമ്മൾ ഒരു വട്ടം മുകളിലേക്ക് എത്തി വീണ്ടും ലൂജ് റൈഡിന് പോയായിരുന്നു. രണ്ടാമത് ഞങ്ങൾ എടുത്തത് ട്വിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലൂജിൻ്റെ ട്രാക്ക് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 3 പേരും സിബ് ലൈന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്കൊന്നില്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് താഴേന്ന് നമുക്കെല്ലാം പേ ചെയ്ത് വരാം. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഈ സിബ് ലൈൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അവരൊരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ പേരൻസ് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണ്ടൻറ്റ്. അതായത് ഈ സിബ് ലൈനിൽ നിന്ന് എന്ത് അപകടം ഉണ്ടായാലും നമ്മൾ മാത്രമായിരിക്കും ഉത്തരവാദികളെന്ന്. അങ്ങനെ നമ്മൾ സിബ് ലൈനിന് വേണ്ടിയിട്ട്
ആ സ്ഥലത്തെത്തി. അപ്പോൾ ആ റെഡ് നിറത്തിൽ കാണുന്നതാണ് കണക്ടർ. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ തന്നുവിടും. അപ്പോൾ നമ്മുടെ കണക്ടർ നമ്മൾ തന്നെയാണ് പിടിച്ച് ആ സ്ഥലത്ത് എത്തേണ്ടത്. അപ്പോൾ അവിടെ 2 ഗൈഡുകളുണ്ടാവും. അവിടെ എത്തുമ്പോഴും നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സിപ്പ് ലൈനിൽ കൂടെ പോകുമ്പോൾ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണക്ടറും നമ്മുടെ ആ ജാക്കറ്റും തമ്മിൽ കുറേ ലോക്കുകളുണ്ട്. അതിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാനേ പാടില്ല. പിന്നെ ബ്രേക്കിംഗ് പൊസിഷനാണ്. നമ്മുടെ നീസ് ചെസ്റ്റിനോട് അടുപ്പിച്ച് വരണം. പിന്നെ ആംസ് സ്ട്രൈറ്റ് ആയിരിക്കണം, ബെൻഡ് ചെയ്യാനേ പാടില്ല. ഈ ബ്രേക്കിംഗ് പൊസിഷൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 60 km/h സ്പീഡിലാണ് 400 മീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ഈ സിപ്പ് ലൈനിൽ കൂടെ നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ ഈ 60 km/h വരണം നമ്മളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവരൊരു റോഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ തട്ടിയിട്ടാണ് നമ്മൾ അവിടെ അതിൻ്റെ ആ ഓപ്പോസിങ് ഫോഴ്സ് കാരണമാണ് നമ്മൾ ഈ സ്പീഡിൽ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ആവുന്നത്. ആ ഓപ്പോസിങ് പവർ കാരണം നമ്മൾ ഈ ബ്രേക്കിംഗ് പൊസിഷനെല്ലാം യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ നല്ല ഒരു പെയിൻ എടുക്കും. ഞാൻ ബ്രേക്കിംഗ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് കൂടി എനിക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ടോളറബിൾ ആണ്. പക്ഷേ ബ്രേക്കിംഗ് പൊസിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ റോഡിൽ ചെന്ന് തട്ടുമ്പോൾ നമുക്ക് കൈ വിടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ കൈ ഒരിക്കലും നമ്മൾ വിടരുത്. അപ്പോൾ നമ്മൾ കൈ മുറുക്കെ പിടിച്ചോളണം ഈ സിപ്പ് ലൈനിൽ കൂടെ പോകുമ്പോൾ. പൊന്നു നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പൊന്നുവിന് അല്ലെങ്കിലും ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കുഞ്ഞിനെ ഒന്നിച്ച് പോയതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു. പക്ഷേ സിപ്പ് ലൈൻ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞിനെ ഒരു വട്ടം കൂടി ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു. സിപ്പ് ലൈനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 49 ആണ് അഡൾട്ട്സിന്. പിന്നെ കുട്ടികൾക്ക് 39 ആയിരുന്നു, $39. ഈ സിപ്പ് ലൈനിൽ കൂടെ പോകുമ്പോൾ നമുക്ക് റൊട്ടൂർവ റിവറും പിന്നെ നമ്മുടെ ലൂജ് ട്രാക്സ്, അങ്ങനെ ഒരു സ്കൈ ലൈനിൻ്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത്. അങ്ങനെ പൊന്നൂസും നന്നായി എൻജോയ് ചെയ്തിട്ടാണ് സിപ്പ് ലൈൻ ഫിനിഷ് ചെയ്തത്. അപ്പം ഞാനും കുഞ്ഞിനും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പൊന്നൂസിനെ. അപ്പം നമുക്ക് 3 പേർക്കും അവർ ആ റെഡ് കളറിലെ കണക്ടർ നമ്മുടെ കയ്യിൽ തന്നു. നമ്മൾ അതും ചുമന്നുകൊണ്ട് ആ സ്റ്റെയേഴ്സ് ഇറങ്ങി. നമ്മൾ നേരത്തെ ലൂജ് ഫിനിഷ് ചെയ്തപ്പോൾ എത്തിയ സ്ഥലമല്ലേ, ഈ സ്റ്റെയേഴ്സും ചെന്നെത്തുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരത്തെ മുകളിലോട്ട് കയറി വന്ന് ആ സ്വിങ്ങിലിരുന്ന് മുകളിൽ കയറി വന്ന് ആ സിപ്പ് ലൈനിൻ്റെ സ്ഥലത്ത് ഈ നമ്മുടെ കണക്ടർ അവരെ ഏൽപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷെയ്ക്ക് കുടിച്ചു. അതിനുശേഷം ഒരു സ്കൈ ലൈനിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് റൊട്ടൂർവ ലൈക്ക്, പിന്നെ സിറ്റി വ്യൂ, പിന്നെ നമ്മുടെ ലൂജിൻ്റെ ട്രാക്സ്, പിന്നെ ഗൊണ്ടോള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എല്ലാം കാണാമായിരുന്നു. വീടുകളൊക്കെ കണ്ടോ, സോപ്പും പെട്ടികൾ പോലെ ഇങ്ങനെ അടക്കി വെച്ച പോലെ ഉണ്ട്. നമ്മൾ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ റൊട്ടൂർവ സ്കൈ ലൈനിൽ വേറെ ഒന്നും കൂടി ഉണ്ട്. അതാണ് സ്കൈ സ്വിങ്, ആകാശ ഊഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ആകാശത്തൂഞ്ഞാൽ തന്നെയാണ്. ഈ റൊട്ടൂർവ സ്കൈ ലൈൻ എത്ര ഹൈറ്റിലാണെന്ന് അറിയാലോ? അതിനേക്കാൾ ഒരു 50 മീറ്റർ ഹൈറ്റിലാണ് ഈ സ്കൈ സ്വിങ് ഉള്ളത്. അറ്റ് എ ടൈം 3 പേഴ്സണാണ് ഇരിക്കാൻ പറ്റുന്നത്. ഒരു 150 km/h അത് സ്വിങ് ചെയ്യണത്. ഭയങ്കര, ഞാൻ ഗേൾസ് ഓൺലി ട്രിപ്പ് വന്നപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല സ്കെയറിയാണ്. അപ്പോൾ എനിക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അന്നൊരു തൻ്റെ ഇടത്തിൻ്റെ പുറത്ത് കയറിയതാണ്. പക്ഷെ നന്നായി പേടിയാവും. നമ്മൾ ഈ ലൈക്കിൻ്റെ മുകളിൽ കൂടെ പോണ ഒരു ഫീലാണ്. ശരിക്കും അതൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ താഴെ പോയ ഒരു പൊടി, എനിക്ക് തോന്നും താഴെ തന്നെ ഇല്ലയെന്ന്, ഒരു പൊടി പോലും കണ്ടെത്താനുണ്ടാവില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടോള വഴി താഴെ പോവാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ, നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ സ്കൈ ലൈൻ എന്തായാലും റൊട്ടൂർവ വിസിറ്റ് ചെയ്യുന്നവർ വരണം. അപ്പോൾ വേറെ ഒന്നിലും കയറിയില്ലെങ്കിലും ഗൊണ്ടോള തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഇത്രയും നല്ലൊരു വ്യൂ ആണ് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും. പിന്നെ ഈ മണൽത്തിട്ടകൾ കണ്ടോ, ഈ ബൈസിക്കിൾ റൈഡിനൊക്കെ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടേക്കണതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അപ്പോൾ അങ്ങനെ സ്കൈ ലൈൻ ഒരു അടിപൊളി ഫണ്ണായിരുന്നു.
അങ്ങനെ നമ്മുടെ സ്കൈ ലൈൻ അവസാനിച്ചു. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തിയപ്പോൾ വീണ്ടും ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ലൂജ് റൈഡ് നൈറ്റും നല്ല അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ലൂജ് റൈഡ് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അതിനുശേഷം നമ്മൾ ക്യൂറ പാർക്കിലാണ് അവിടെ എത്തിയത്. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. സ്പെല്ലിങ് KUIRAU. അപ്പോൾ ന്യൂസിലാൻഡിലെ തന്നെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു ജിയോ തെർമൽ പാർക്കാണ് ക്യൂറ. റൊട്ടൂർവ ന്യൂസിലാൻഡിലെ ജിയോ തെർമൽ ആക്ടിവിറ്റീസിന് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ജിയോ തെർമൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഭൂമിക്കടിയിലെ ആക്ടിവിറ്റീസ് കൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ ആ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ പാർക്കിൽ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ഉള്ള ഓരോ പ്ലേസും അവർ ബൗണ്ടറി തിരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. പുറമെ നിന്ന് നമുക്ക് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ പാർക്ക് നമുക്ക് പിക്നിക്കിനായിട്ട്, കാരണം കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, ബാർബിക്യൂ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം ഉള്ള ഒരു പാർക്കാണ്, വലിയൊരു പാർക്കാണ്. അപ്പോൾ റൊട്ടൂർവ വിസിറ്റ് ചെയ്യുന്നവർക്ക് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ ഈ പാർക്കിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഇതാണ് മഡ് പൂൾ എന്ന് പറയുന്നത്. അതായത് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ചെളിയെല്ലാം ഇങ്ങനെ തിളച്ചിങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മഡിൽ കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സിറ്റി സെൻട്രലിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തും കൂടിയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബൗണ്ടറിക്കുള്ളിലുള്ള ജിയോ തെർമൽ ആക്ടിവിറ്റീസും വ്യത്യസ്തമായിരുന്നു. ചിലത് നല്ല തിളച്ച് മറയുന്നുണ്ടായിരുന്നു, ചിലത് ഇങ്ങനെ നീരാവി പൊന്തുന്നുണ്ടായിരുന്നു. അവിടെ 100 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഉള്ളിനകത്തേക്ക് കിടന്ന് അതിൻ്റെ ചൂട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ബൗണ്ടറി തിരിച്ചിരിക്കുന്നത് കാരണം. പക്ഷേ ഈ നീരാവി പൊന്തണമെങ്കിൽ എന്തായാലും ആ ചൂടുണ്ടായിരിക്കണമല്ലോ. പിന്നെ സമ്മറായ കാരണം അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കൂടി നിൽക്കുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് തിളച്ച് പൊങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒത്തിരി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പണ്ട് കാലത്ത് ഇവിടെ ലോക്കലായിട്ട് ജീവിച്ചിരുന്ന ആളുകളെല്ലാം ഈവനിങ് ടൈമിലൊക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഈ പാർക്കിലായിരുന്നു. അവരിവിടെ വന്ന് കുളിക്കുകയും പിന്നെ മഡ് പൂളിലൊക്കെ കുട്ടികളായിട്ടൊക്കെ കളിക്കുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും ഇതൊരു ഒരു പിക്നിക് ഏരിയ പോലെ ആക്കി. അപ്പോൾ കുറേ ആളുകൾ വിസിറ്റ് ചെയ്യാനും സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, അതിന് മുകളിൽ കൂടെ ഇങ്ങനെ നീരാവി പോകുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ചീഞ്ഞ മുട്ടയുടെ മണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാവണ ഒരു പ്രധാന മൂലകമാണ് സൾഫർ. അപ്പോൾ ഈ സൾഫറിൻ്റെ മണം എന്ന് പറയുന്നത് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ഈ പാർക്കിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തതായിട്ട് തോന്നും. പിന്നെ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഒക്കേറ റിവറിലേക്കാണ് വന്നത്. ഈ റിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു റിവറാണ്. അപ്പോൾ റാഫ്റ്റിംഗ് അഡൾട്ട്സിന് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഒരു 14-15 വയസ്സ് കഴിയണം. അപ്പോൾ നമ്മളത് എടുത്തില്ല, കാരണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേവ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 50 മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷേ അന്നൊരു സണ്ണി ഡേ ആയിരുന്നിട്ട് കൂടി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നല്ലൊരു കൂളായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി നൂഡിൽസ് ഉണ്ടാക്കാനുള്ളതും പിന്നെ ബ്രെഡ് മുട്ട എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി, പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി. അങ്ങനെ അവിടെ ആ വാട്ടർഫോളിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് അവർ കുറച്ച് ബെഞ്ച് പോലെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചു. അപ്പോൾ ഡേ 3 കാണുന്നതിന് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, സീ യു.